ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഇച്ചിരി തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാനിന്നൊരു പൊസിഷൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു പൊസിഷൻ ബൈ എടുത്തിട്ടുമുണ്ട്. നിഫ്റ്റിയാണ് ഷോർട്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലാണ് ഒരു ബൈ എടുത്തത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കറൻ്റ് മൈനസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി സെല്ല് ചെയ്തത് പ്രോഫിറ്റിലാണ്. പക്ഷെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ക്വാണ്ടിറ്റി, അതായത് ഞാൻ സെല്ല് ചെയ്യാൻ നേരത്തെ ഹെഡ്ജ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് എൻ്റെ ഒരു 200 ക്വാണ്ടിറ്റി 18,450 കാണിക്കുന്നത്. നമ്മളെപ്പോഴും ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബൈ ഓപ്ഷൻ ആദ്യം ഇടുക, എന്നിട്ട് സെൽ ഓപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഇടാവുള്ളൂ. അല്ലെ ബാസ്ക്കറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബൈ മാത്രമേ പോകത്തുള്ളൂ, സെല്ല് പോകത്തില്ല. അതുകൊണ്ട് ബൈ ആദ്യം ചെയ്തിട്ട് വേണം പിന്നെ സെല്ല് വരാൻ. അതുകൊണ്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് സെല്ല് ചെയ്താൽ മാത്രമാണ് വരത്തുള്ളൂ. ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്തായാലും പറയാം ഇനി. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് എല്ലാം മൈനസിലാണ്. ഞാൻ മൈനസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ആ പി, അതായത് 41,200 പി എനിക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. ഇല്ല, എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ടില്ല. 187 ആണ് ഞാൻ ബൈ എടുത്തത്. ഇല്ല, ഒത്തിരി ദൂരം ആ സ്റ്റോപ്പ് ലോസ്, കുഴപ്പമില്ല. ആ 41,450 മേളിൽ പൊങ്ങുവാണെങ്കിൽ ഞാൻ വിറ്റ് കളയും, സെല്ല് ചെയ്ത് കളയും. നേരത്തെ വിക്ക് അല്ലെങ്കിൽ വിക്കൽ അതിൻ്റെ മേളിൽ പോവുകയാണെങ്കിൽ ഞാൻ സെല്ല് ചെയ്ത് കളയും. കൺട്രി ഒക്കെ ലോസ് കുറഞ്ഞ് ചെറിയൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങ് വരേണ്ടതാണ്. വീണ്ടും മൈനസിൽ പോയി. ശരിക്കും ഞാൻ ഇപ്പോൾ തിരക്കാണ്. ഞാൻ എപ്പോഴെങ്കിലും വന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എന്തായാലും ഞാൻ പ്രോഫിറ്റ് എന്തായാലും ട്രേഡിംഗ് ഒക്കെ എത്താറാകുമ്പോഴേനും ഞാൻ ജസ്റ്റ് വന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തത് എനിക്കൊരു 211 രൂപയുടെ പ്രോഫിറ്റ് അവിടെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. വേണം എനിക്കധികം വെയിറ്റ് ചെയ്യാറ്. ഞാൻ ട്രെയിൽ ചെയ്തത്, ഞാൻ കാണിക്കാൻ മറന്നുപോയി. പക്ഷേ ഓവറോൾ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ഒരു 443 റുപ്പീസിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ മാക്സിമം നമുക്ക് എടുക്കാം. ഞാനൊരു നിഫ്റ്റി 50 -100 പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് നമ്മുടെ പ്രീമിയം 255 50 കിട്ടും, 50. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എന്തായാലും എനിക്ക് തിരക്കുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇന്ന് 600 രൂപ 700 രൂപ മതിയെങ്കിൽ ഞാൻ അത് നിർത്തും. നാളെ ഇപ്പോൾ എക്സ്പയറി ഡേ ആണ്. എന്തായാലും ഒരു 18,250 മേളിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കുറവാണ്. എക്സ്പയറി അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇത്രയും നേരം കാത്തിരുന്നിട്ട് വലിയ മൂവ്മെൻ്റ് ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ എന്തായാലും എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ സപ്പോർട്ട് ലൈനേക്കൂടെ ഇങ്ങനെ തട്ടി പോവുകയാണ് മാർക്കറ്റ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വേറെ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നൊരു ട്രേഡ് എടുത്താണ്.
അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു 491 രൂപ അത്രയുണ്ട്. എന്തായാലും നമുക്ക് ബുക്ക് ചെയ്തേക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഇപ്പോൾ തിരക്കില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു അടുത്തൊരു ട്രേഡുമായിട്ട് വരാം. ഞാൻ എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചെറിയ ട്രേഡേഴ്സിന് വേണ്ടി മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അത് നമ്മൾ വലിയ ഫണ്ട് ഉപയോഗിച്ച് ആരും രക്ഷപ്പെടാൻ നോക്കില്ലല്ലോ. നമ്മളിതൊക്കെ കാശുള്ളവർ കാശിട്ട് ചെറിയ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രേഡ് കാണാം. ഓക്കെ, ബൈ.